വിഴിഞ്ഞം തുറമുഖത്തെ ട്രയൽ റൺ തുടരുകയാണ്. കണ്ടെയ്നറുകൾ ഇറക്കിക്കഴിഞ്ഞാൽ സാൻ ഫെർണാണ്ടോ നാളെ കൊളംബോയിലേക്ക് തിരിക്കും. നിലവിൽ 1000-ലധികം കണ്ടെയ്നറുകൾ യാർഡിൽ ഇറക്കിക്കഴിഞ്ഞു. കണ്ടെയ്നറുകൾ ഇറക്കുന്ന നേരത്തെ പൂർത്തിയായാൽ ഇന്ന് തന്നെ കപ്പൽ പുറപ്പെടാനും സാധ്യതയുണ്ട്. ആദിൽ പാലോടുണ്ട് വിവരങ്ങളുമായി. ആദിൽ, എത്രത്തോളം കണ്ടെയ്നറുകൾ ഇപ്പോൾ വിഴിഞ്ഞത്തെ ഇറക്കിയിരിക്കുകയാണ്? നോക്കൂ, ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് പ്രോസസ്സാണ് ക്രെയിനുകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. IIT മദ്രാസ് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സാങ്കേതിക സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഉൾപ്പെടെ നമ്മൾ പരീക്ഷിക്കുകയാണ് ട്രയൽ റണ്ണിലൂടെ. എത്രത്തോളം വിജയകരമാണ് ഈ നടപടികളെല്ലാം? ആദ്യം ട്രയൽ റൺ വിജയകരമായി തന്നെ തുടരുകയാണ്. സ്വാഭാവികമായും ട്രയൽ റൺ ആയതുകൊണ്ട് തന്നെ ചില പ്രത്യേക പരിശോധനകളൊക്കെ വേണ്ടി വരുന്നത് കൊണ്ടാണ് ഈ നിലയിൽ ഈ ട്രയൽ റൺ വൈകുന്നത്. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ടോടെ സാൻ ഫെർണാണ്ടോ എന്ന ചരക്ക് കപ്പൽ തിരികെ കൊളംബോയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇനിയും സമയമെടുത്തേക്കും പോകാൻ എന്നതാണ് നിലവിൽ അവിടെ നിന്ന് വിഴിഞ്ഞത്ത് നിന്ന് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്. 1000-ലേറെ കണ്ടെയ്നറുകൾ ഇറക്കി കഴിഞ്ഞു. ആകെ 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്തിറക്കുക. ശേഷം 607 കണ്ടെയ്നറുകൾ തിരികെ കപ്പലിൽ തന്നെ കയറ്റി റീപൊസിഷനിങ് ചെയ്യുമെന്നാണ് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് അറിയിക്കുന്നത്. സാൻ ഫെർണാണ്ടോ നാളെ പുറപ്പെടും. തിങ്കളാഴ്ചയോടെ ഫീഡർ വെസലുകൾ ഈ ഇറക്കിയ കണ്ടെയ്നറുകൾ തിരികെ കൊണ്ടുപോകാൻ പല തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കൊൽക്കത്ത, മുംബൈ അടക്കമുള്ള തുറമുഖങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഫീഡർ വെസലുകൾ എത്തുമെന്നാണ് നിലവിലെ അറിയിപ്പ്. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ട്രയൽ റൺ വിജയകരമായി തന്നെ പുരോഗമിക്കുകയാണ്. നോക്കൂ, ഷിപ്പ് ടു ഷോർ എന്ന് പറയുന്ന ആദ്യത്തെ ഈ കണ്ടെയ്നറുകൾ ഇറക്കുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന ക്രെയിനുകൾ സെമി ഓട്ടോമേറ്റഡ് ആണ്. പകുതി മനുഷ്യശേഷിയും പകുതി യന്ത്രം എടുക്കുന്ന അതിൻ്റെ സാങ്കേതിക വിദ്യയിലൂടെ എടുക്കുന്ന പ്രോസസ്സിലൂടെയാണ് നടത്തുന്നത്. അതായത് വാഹനങ്ങളിലേക്ക് കയറ്റുന്നത് പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ആണ്. അതിൽ മനുഷ്യസ്പർശം ഇല്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും അതിനിടയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. 3 മാസം നീളുന്ന ട്രയൽ റണ്ണിന് ശേഷം സെപ്റ്റംബറിലായിരിക്കും തുറമുഖം ആദ്യഘട്ടം കമ്മീഷൻ ചെയ്യുക. എന്തായാലും സന്തോഷകരമായ വാർത്തയാണ് വിഴിഞ്ഞത്ത് നിന്ന് ലഭിക്കുന്നത്.